വെൽക്കം ടു ഷാരൂസ് വ്ലോഗ്. വെറും 5 പ്രൊഡക്റ്റ് കൊണ്ട് ഞാൻ എങ്ങനെയാണ് ഈ ലുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. വരൂ നമുക്ക് പോകാം പുതിയൊരു വ്ലോഗിലേക്ക്. അപ്പോൾ ദേ ഞാൻ എൻ്റെ ഫേസ് ഓൾറെഡി മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്, ഒരു ലിപ് ബാം ഇട്ടിട്ടുണ്ട്. നമുക്കിന്നൊരു അടിപൊളി ഗ്ലാം ലുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ എടുത്തിരിക്കുന്നത് ഫിറ്റ്മിയുടെ ഒരു ഫൗണ്ടേഷനാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 129 ആണ്. അതെൻ്റെ കയ്യിലേക്ക് കുറച്ചെടുത്തിട്ട് ഞാൻ എൻ്റെ ഫേസ് ഫുള്ളായിട്ടൊന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ഫോർഹെഡിലും ചിന്നിലും ചീക്സിലും ഒക്കെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഞാനിവിടെ ബ്രഷൊന്നും യൂസ് ചെയ്യുന്നില്ല, കൈയിൻ്റെ വിരൽ കൊണ്ട് തന്നെ അതിനൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് താഴത്തിട്ട് വലിച്ചതിന് മായ്ച്ച് കളയാതെ കൈകൊണ്ട് തന്നെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ടൈം എടുക്കും, എന്നാലും ഡാബ് ചെയ്ത് കൊടുക്കുക. ഇനി കഴുത്തിലിടാൻ മറന്നു പോകരുത്. ഞാൻ കഴുത്തിലും അതേ ഫൗണ്ടേഷൻ കുറച്ചെടുത്തിട്ട് ഡോട്ട് ചെയ്തിട്ട് കഴുത്തിലും നന്നായിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അതേ ഫൗണ്ടേഷൻ തന്നെ എടുത്തിട്ടാണ് ഇന്ന് ഞാനിവിടെ കൺസീലറായിട്ട് യൂസ് ചെയ്യുന്നത്. ഞാൻ എൻ്റെ അണ്ടർ ഐസിലും കണ്ണിൻ്റെ മേളിലും ബ്രിഡ്ജ് ഓഫ് ദ നോസിലും പിന്നെ എനിക്ക് കുറച്ച് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതിനെയൊക്കെ ഒന്ന് കവർ ചെയ്യാൻ ഇതേ ഫൗണ്ടേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ ലുക്കിൽ കുറച്ച് പ്രൊഡക്ട്സ് കൊണ്ടാണ് ഈ ഒരു അടിപൊളി ഗ്ലാം ലുക്ക് ചെയ്യുന്നത്. നമുക്കൊരു ഫംഗ്ഷനൊക്കെ പോകാൻ, ഒരു ഈവനിങ് പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയ ഒരു ലുക്കാണിത്. അപ്പോൾ അതേ ഞാൻ ആ ഫൗണ്ടേഷൻ ഇട്ടതിന് നന്നായിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോൾ കുറച്ച് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കവർ ചെയ്യാണ്. ഈ ഫൗണ്ടേഷൻ ഒരു അടിപൊളി ഫൗണ്ടേഷനാണ് കേട്ടോ. ഇപ്പോൾ ദേ ഫേസ് ഒക്കെ നന്നായിട്ട് ബേസ് മേക്കപ്പ് കഴിഞ്ഞു. ഇനി ഞാനിവിടെ ഐബ്രോ ചെയ്യാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ സാധാരണ സ്റ്റോറിലൊക്കെ കിട്ടുന്ന ലാക്മേയുടെ ഒരു ഐബ്രോ പെൻസിലാണ്. ഇത് കുറച്ച് ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നമ്മൾ ഐബ്രോസിൻ്റെ ഒരു മിഡ്വേ തുടങ്ങുന്നതാണ് നല്ലത്. കുറച്ച് അധികം ഡാർക്ക് ആക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഞാനിവിടെ ഒരു സ്പൂലി ബ്രഷ് എടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 2 ഐബ്രോസും ഞാൻ ഇങ്ങനെ ബ്രഷ് ചെയ്ത് ഈവൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലാക്മേയുടെ റിട്രാക്റ്റബിൾ കാജൽ എടുത്തിട്ട് കണ്ണിൻ്റെ ടൈറ്റ് ലൈനും വാട്ടർ ലൈനും നന്നായിട്ടൊന്ന് എഴുതി കൊടുക്കാം. ഇപ്പം ഞാനിവിടെ വാട്ടർ ലൈനിൽ നന്നായിട്ട് തിക്കായിട്ട് കുറച്ച് സ്മഡ്ജ് ചെയ്ത് എഴുതുന്നുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു ബോൾഡ് ഐസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി കണ്ണിൻ്റെ മേളിലുള്ള ഐലാഷസിൻ്റെ അവിടെ നമ്മൾ എഴുതി കൊടുക്കുന്നുണ്ട്. അതിന് ഞാനൊരു സ്മഡ്ജിങ് ബ്രഷ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു സ്മോക്കി ഐസാണ് ഞാനിവിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേ ഞാൻ അതിനെ നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്തു കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കണ്ണിൻ്റെ താഴെ നമ്മൾ എഴുതിയിരിക്കുന്ന ഒരു ഹാഫ് വേ ഞാനൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്തിട്ട് പുറത്തേക്ക് ഒരു വാലിട്ട് ഒരു എഫക്റ്റ് കിട്ടണ പോലെ അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്യാണ്. അപ്പോൾ എനിക്ക് തോന്നി കണ്ണിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഒന്ന് ഡാർക്കായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഐലിഡിൻ്റെ അവിടെ വന്നിട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് എഴുതി കൊടുക്കുവാണ് കേട്ടോ. അതിന് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുന്നുള്ളൂ. നേരത്തെ സ്മഡ്ജ് ചെയ്ത പോലെയല്ല, ജസ്റ്റ് ആ ഒരു എഴുതിയിരിക്കുന്ന ഒരു ഹാർഷ് ലൈൻ തോന്നിക്കാത്ത വിധത്തിൽ ഒന്ന് സ്മഡ്ജ് ചെയ്തു. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മേബ്ലിൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ്. ഈ പാലറ്റിലെ ആ ഒരു കോറൽ ഷെയ്ഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിൻ്റെ മുകളിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്മഡ്ജിങ് ബ്രഷ് വെച്ചിട്ട്. അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ കൺമഷി പടരാതെ അങ്ങനെ ഇരിക്കും. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ലാക്മേയുടെ ഒരു ഫ്യൂഷ്യ പിങ്ക് ലിപ്സ്റ്റിക്കാണ്. അത് ആണ് ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ട്രിക്കാണ് കേട്ടോ. അതേ പിങ്ക് കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ബ്ലഷായിട്ട് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഈ ഒരു ട്രിക്ക് നല്ല അടിപൊളിയാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ലിപ്സ്റ്റിക് ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അതേ ലിപ്സ്റ്റിക് തന്നെ ഐഷാഡോ ആയിട്ടും യൂസ് ചെയ്യാം കേട്ടോ. 3 തരത്തിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ലിപ്സ്റ്റിക്കായിട്ടും ബ്ലഷായിട്ടും ഐഷാഡോ ആയിട്ടും നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു ബ്ലാക്ക് ബിന്ദിയാണ് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഫേസ് എല്ലാം അടിപൊളിയായി. ഈസിയായി ഈ ലുക്ക് നിങ്ങൾ എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് ഞങ്ങളെ അറിയിക്കണം. പുതിയൊരു വ്ലോഗുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.